ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് വിശുദ്ധ കുർബാനയുടെ സമർപ്പണ ശുശ്രൂഷ ആരംഭിക്കുക. ആ പ്രാർത്ഥന തന്നെ നമുക്ക് നമ്മുടെ ഈ വചനവിചിന്തനത്തിൻ്റെ പ്രാരംഭമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തോട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയും അവർ കണ്ടെത്തിയ ദൈവത്തെ, അവർ മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളുണ്ടാകാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും എപ്പിസോഡുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇനി നമുക്ക് ഉള്ളത് യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെയാണ് യാക്കോബ് ഏസാവും തമ്മിലുള്ള ബന്ധത്തെയും ഏസാവും യാക്കോബും സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങളെയും ഒക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കുകയായിരുന്നു അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലൂടെ. ഇനി കാണാൻ പോകുന്നത് യാക്കോബ് ഹാരാനിലേക്ക് ഓടിപ്പോകുന്ന രംഗവും യാക്കോബിൻ്റെ മടക്കയാത്രയും അതുപോലെ തന്നെ യാക്കോബ് തൻ്റെ മക്കൾക്ക് നൽകുന്ന അനുഗ്രഹവുമാണ് പ്രധാനമായിട്ടും ഇനിയുള്ള ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ എപ്പിസോഡുകൾ. യാക്കോബിൻ്റെ എപ്പിസോഡിനെ യാക്കോബ് സൈക്കിൾ എന്നാണ് സാധാരണയായിട്ട് വിശേഷിപ്പിക്കുക. അതിൻ്റെ അർത്ഥം ഒരു പ്രധാനപ്പെട്ട ഒരു ക്രോണോളജിക്കൽ സീക്വൻസിലല്ല യാക്കോബിൻ്റെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറിച്ച് യാക്കോബിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ദൈവശാസ്ത്രത്തെ വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലാക്കിത്തരാം. അതായത് യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ അത് കോർത്തിണക്കിക്കൊണ്ട് അതിലൂടെ ദൈവശാസ്ത്രത്തെ അവതരിപ്പിക്കുകയാണ്. ഈ ദൈവശാസ്ത്രത്തെ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ നിയമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അത് അവതരിപ്പിക്കുന്നത്. നിയമങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഇസ്രായേലിൻ്റെ നിയമങ്ങളെ, പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിലും ലേവ്യരുടെ പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും കണ്ടുമുട്ടുന്ന വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്രകാരമുള്ള വ്യക്തികളുടെ ജീവിതങ്ങളെ അനലൈസ് ചെയ്തിരിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അബ്രാഹം തൻ്റെ പുത്രനായ ഇസഹാക്കിന് ഭാര്യ അന്വേഷിച്ച് പുറപ്പെടുന്ന എലയാസർ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായത്തിലാണ്. ആ നിർദ്ദേശപ്രകാരം ഇപ്രകാരമാണ് പറയുന്നത്: തൻ്റെ ഗോത്രത്തിലും കുലത്തിലും പെട്ട ആളുകളെ മാത്രമേ വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ ഭാര്യയായിട്ട് സ്വീകരിക്കാവൂ. അത് വളരെ കർശനമായിട്ടുള്ളൊരു പ്രോമിസായിരുന്നു. ആ പ്രോമിസ് എടുത്തതിൻ്റെ രീതികളൊക്കെ നമ്മൾ വിശുദ്ധ പഠനത്തിലൂടെ മനസ്സിലാക്കി. ഇതൊരു നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതായത് ഓരോ യഹൂദനും ഓരോ ഇസ്രായേൽക്കാരനും അവനവൻ്റെ ഗോത്രത്തിൽപ്പെട്ടവരെ മാത്രമേ, അല്ലെങ്കിൽ ആ 12 ഗോത്രങ്ങളിൽ ഉൾപ്പെട്ടവരെ മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. മറിച്ച് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ, മറ്റു വംശങ്ങളിൽ നിന്നുമൊക്കെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്വമേധയാ വാഗ്ദാന നാട്ടിൽ നിന്ന് വെളിയിലാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ആ ഒരു നിയമത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുക. ഇപ്രകാരം യാക്കോബിൻ്റെ ജീവിതത്തെയും അനലൈസ് ചെയ്തിരിക്കുന്നത് നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. യാക്കോബിൻ്റെ ജീവിതത്തെ അനലൈസ് ചെയ്യുമ്പോൾ യാക്കോബിന് കിട്ടുന്ന അനുഗ്രഹം, ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ യാക്കോബിന് കിട്ടുന്ന അനുഗ്രഹം നമ്മൾ കണ്ടു. അതിനുശേഷം യാക്കോബും ഏസാവും വേർപിരിയുന്ന രംഗമാണ് 28-ാമത്തെ അധ്യായത്തിൻ്റെ പശ്ചാത്തലമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് യാക്കോബും ഏസാവും തമ്മിൽ വേർപിരിയാനുള്ള കാരണം? നമുക്കറിയാം, ഒരു പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് ഏകദേശം ഇപ്രകാരം നമ്മൾ മനസ്സിലാക്കുക. നിയമാവർത്തന പുസ്തകം 26-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. നിയമാവർത്തനം 26:5. അലയുന്ന ഒരറമായനായിരുന്നു എൻ്റെ പിതാവ്. ചുരുക്കം പേരോടുകൂടി അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു. അവിടെ അവൻ മഹത്വവും ശക്തവും അസംഖ്യവുമായ ഒരു ജനമായി തീർന്നു. അലയുന്ന അറമായനായിരുന്നു എൻ്റെ പിതാവ്. അത് യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. കാരണം അലയുന്ന അറമായൻ എന്ന് പറഞ്ഞാൽ കാനാൻ ദേശം വിട്ട് ഹാരാനിലേക്ക് പോയ വ്യക്തിയാണ് യാക്കോബ്. അതാണ് 28-ാമത്തെ അധ്യായത്തിൻ്റെ പറയുന്ന വിഷയം. യാക്കോബ് ഈജിപ്തിലേക്ക് തൻ്റെ പുത്രന്മാരോടുകൂടി യാത്ര ചെയ്യുന്നതായി 46-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അപ്പോൾ ഈ അധ്യായങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ്
ഇസ്രായേലിൻ്റെ വിശ്വാസ സംഹിത അവതരിപ്പിച്ചിരുന്നത് അലയുന്ന അറമായനായിരുന്നു ഞങ്ങളുടെ പിതാവ്. അപ്പോൾ യാക്കോബിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് കാനാനിൽ നിന്ന് ഹാരാനിലേക്കുള്ള യാത്രയിൽ. എന്തിനാണ് അദ്ദേഹം ഹാരാനിലേക്ക് പോകുന്നത്? അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇതാണ്. അബ്രാം, സാറായി, ലോത്ത്, തേറാഹ്, നാഹോർ തുടങ്ങിയ വ്യക്തികൾ ബാബിലോണിൽ നിന്ന് പ്രവാസികളായിട്ട് കടന്നു വരുമ്പോൾ അവരാദ്യം പാർത്തത് ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വെച്ചാണ് തേറാഹും നാഹോറും മരിക്കുന്നത്. വളരെ നാളുകളോളം അവർ ഹാരാനിൽ പാർത്തു. അങ്ങനെ ഹാരാൻ വെച്ച് അവർക്ക് പുത്രന്മാരും പുത്രിമാരും ഒക്കെ ഉണ്ടായി കാണും. അവിടെയുള്ള ആ അബ്രാമിൻ്റെ പിൻതലമുറ അല്ലെങ്കിൽ മുൻ തലമുറ അവിടെ ജനിച്ചു വളർന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് യാക്കോബ് പോകുന്നത്. ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ലാബാൻ്റെ നാട്ടിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഹാരാൻ അവർക്ക് അന്യദേശമല്ല, സ്വന്തം കുടുംബമാണ്. സ്വന്തം ദേശത്തേക്കാണ് അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്തേക്കാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ യാക്കോബിൻ്റെ യാത്രയ്ക്ക് ഉണ്ട്. ഒന്നാമതായി വിശുദ്ധഗ്രന്ഥം പ്രതിപാദിക്കുന്നത് പോലെ ഏസാവും യാക്കോബും തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ. തൻ്റെ ആദ്യജാതൻ്റെ അവകാശം യാക്കോബ് തട്ടിയെടുത്തു എന്നുള്ളതിൻ്റെ വിഷമം. അങ്ങനെ ഏസാവും യാക്കോബും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ യാക്കോബിനെ സ്നേഹിച്ചിരുന്ന റബേക്ക തൻ്റെ മകനെ തൻ്റെ പിതാക്കന്മാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതായിട്ടാണ് 28-ാമത്തെ അധ്യായം സൂചിപ്പിക്കുക. രണ്ടാമതായി റബേക്കായ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തൻ്റെ മൂത്ത മകനായ ഏസാവ് ഹിത്യ സ്ത്രീയെ കല്യാണം കഴിച്ചു. അതിനാൽ ഈ യാക്കോബും പുത്രൻ്റെ പാത പിന്തുടരും, സഹോദരൻ്റെ പാത പിന്തുടരുമോ എന്നുള്ള വേദനയോടുകൂടി അദ്ദേഹവും മറ്റു വിജാതീയ സ്ത്രീയെ കല്യാണം കഴിക്കുമോ എന്നുള്ള വേദനയോടുകൂടി ഹാരാനിലേക്ക് യാക്കോബിനെ പറഞ്ഞു വിടുകയാണ്. ഇത് രണ്ടും നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. എന്നാൽ വിശുദ്ധ ഗ്രന്ഥകാരൻ, പ്രത്യേകിച്ച് ഡ്യൂട്രോണമിസ്റ്റിക് ഓതർ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രത്യേകിച്ച് യാക്കോബിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ ഒറ്റ യൂണിറ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം മറ്റൊരു ചെറിയൊരു കാരണം കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലെങ്കിലും അത് അനുമാനിക്കാൻ പറ്റും. മൂന്നാമത്തെ കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, യാക്കോബിൻ്റെ മടക്കയാത്രയിൽ യാക്കോബിൻ്റെ ഭാര്യയായ റാഹേൽ പിതാവിൻ്റെ വിഗ്രഹങ്ങളെ കൊണ്ടുവരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിതാവിൻ്റെ വിഗ്രഹങ്ങളെ തൻ്റെ വയറ്റിനുള്ളിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഉടുപ്പിനുള്ളിലാക്കിക്കൊണ്ട് കഴുതപ്പുറത്തിരിക്കുന്ന ആ സ്ത്രീയെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ വാഗ്ദാന ദേശത്തേക്ക് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന റാഹേലിനും റാഹേലിൻ്റെ ഭർത്താവായ യാക്കോബിനും ദൈവമായ കർത്താവ് കൊടുക്കുന്ന ശിക്ഷയായിട്ടാണ് ഈ ഹാരാനിലേക്കുള്ള യാത്ര വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഉടനെ നിങ്ങൾ ചോദിക്കും, ഇത് ഏറ്റവും അവസാനം നടന്ന സംഭവമല്ലേ, പിന്നെ എന്തിനാണ് ആദ്യം പറയുന്നത്? അവസാനം നടന്ന സംഭവമാണെങ്കിലും ഈ ഒരു ദൈവശാസ്ത്രം കൂടി പ്രത്യേകമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വരും തലമുറയ്ക്ക് ഒരു പാഠമാകാൻ വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. കാരണം സോളമൻ രാജാവ് തൻ്റെ ഇഷ്ടംപോലെ ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരുടെ നാട്ടിൽ നിന്നൊക്കെയും വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് ജെറുസലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ലഭ്യമായ ശിക്ഷയാണ് അദ്ദേഹത്തിൻ്റെ മരണം. വാഗ്ദാന ദേശത്ത് നിന്ന് അല്ലെങ്കിൽ ദീർഘകാലം ജീവിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കുകയും അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന യൂണിഫൈഡ് രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയും ചെയ്തു. ഇത് ഒരു കാരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആഹാബ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ രാജാവ് തൻ്റെ ഭാര്യയായ ജസബൽ എന്ന് പറയുന്ന സീറോ ഫിനീഷ്യക്കാരിയായ കാനാൻകാരിയായ സ്ത്രീ ഫിനീഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്ത് ബാൽ ദേവന്മാരെയും അക്ഷേരാ ദേവതകളെയും ഒക്കെ ആരാധിക്കാൻ ആളുകളെ കൂടുതലായിട്ട് പ്രേരിപ്പിച്ചത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്രകാരം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സംഭവങ്ങളെ ഒരു പഴയ ജീവിതത്തിലേക്ക്, യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് ആരോപിക്കുകയും അതുപോലെ അദ്ദേഹം എന്തുകൊണ്ടാണ് വാഗ്ദാന ദേശത്ത് നിന്ന് യാത്രയായത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയും ചെയ്യുകയാണ്. ദൈവിക നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ കർത്താവിൻ്റെ നിയമത്തിന് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിച്ചതിനാൽ വാഗ്ദാന ദേശത്ത് നിന്ന് അദ്ദേഹം നിഷ്കാസിതനാകുന്നു.
നാലാമത് ഒരു കാരണം ഇതുപോലെ ഡ്യൂട്രോണമിസ്റ്റിക് ഗ്രന്ഥകാരൻ പറയുന്നത് ഇപ്രകാരമാണ്. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിന്റെ ദൈവിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ യാക്കോബിന്റെ ജീവിതത്തെ വിലയിരുത്തുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ. ആ ദൈവിക നിയമം പറയുന്നത് ഇപ്രകാരമാണ്: ഒരു ഭാര്യ ജീവിച്ചിരിക്കെ ആ ഭാര്യയുടെ സഹോദരിയുടെ നഗ്നത അനാവരണം ചെയ്ത് അവളെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന ശിക്ഷ വാഗ്ദാന നാടിന് വെളിയിലായിരിക്കും എന്നുള്ളതാണ്. യാക്കോബിന്റെ ജീവിതത്തിൽ ഈ ഒരു രംഗം അന്വർത്ഥമാവുകയാണ്. യാക്കോബ് ലേയ എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. ആദ്യം റാഹേലിനെ ഇഷ്ടപ്പെട്ടെങ്കിലും അതിനുശേഷം ലേയ ജീവിച്ചിരിക്കെ റാഹേലിനെ വിവാഹം ചെയ്തു, സഹോദരിയായ റാഹേലിനെ വിവാഹം ചെയ്തു. ഈ ഒരു നിയമത്തിൻ്റെ ലംഘനത്തെ നടത്തുന്നതിലൂടെ വാഗ്ദാന നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ നിഷ്കാസിതനാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരം ദൈവിക നിയമത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ യാക്കോബിൻ്റെ ഈ ഹാരാനിലേക്കുള്ള യാത്ര പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 4 പ്രധാനപ്പെട്ട കാരണങ്ങളിൽ 2 കാരണങ്ങൾ നമുക്ക് ലോജിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ മറ്റ് 2 കാരണങ്ങൾ ഈ യാക്കോബിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള പശ്ചാത്തലത്തിൽ മാത്രമാണ് നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുക. ഹാരാനിലേക്ക് അദ്ദേഹം പോകുന്നു. ഈ പോകുന്ന വഴിക്ക് ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ എലയാസറിന് സംഭവിച്ച അതേ സംഭവങ്ങൾ വീണ്ടും യാക്കോബിൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്. ഒരേ പാരമ്പര്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഈ യാക്കോബിന് വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയെ അവൾ കാണുകയുണ്ടായി. റാഹേലിനെ കാണുന്നു, റാഹേലിനെ സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു. അതുവഴിയായിട്ട് വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അവൻ 7 വർഷം റാഹേലിന് വേണ്ടി പണിയെടുക്കുന്നു. അടുത്ത 7 വർഷം, ആ 7 വർഷം കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ നിയമപ്രകാരം റാഹേലിനെ കൊടുക്കുന്നതിന് പകരം മൂത്തവളായ ലേയായെ കൊടുക്കുന്നു. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളാണ് 28, 29 അധ്യായങ്ങളുടെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുക. യാക്കോബ് 20 വർഷത്തോളം ഹാരാനിൽ താമസിച്ചു. ആ 20 വർഷങ്ങൾ ഇസ്രായേൽ ജനത ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദാന ദേശത്തേക്ക് പോകുന്ന 40 വർഷത്തിൻ്റെ പകുതി കാലയളവാണ്. അപ്പോൾ തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ യാക്കോബിൻ്റെ എക്സോഡസ് അനുഭവമായിട്ടാണ് ഈ സംഭവങ്ങൾ 28 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുക. 28-ാമത്തെ അധ്യായം ഹാരാനിലേക്ക് യാക്കോബ് പോകുന്നു. അതിനുശേഷം 35-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 20 വർഷത്തെ യാതനകൾക്ക് ശേഷം അല്ലെങ്കിൽ അടിമത്തത്തിന് ശേഷം ലാബാന്റെ നാടായ ഹാരാനിൽ നിന്ന് ഈ മനുഷ്യൻ യാക്കോബ് വാഗ്ദാന ദേശത്തേക്ക് ബഥേൽ എന്ന് പറയുന്ന ദേശത്തേക്ക് തിരിച്ചെത്തുന്ന രംഗമാണ് കാണുന്നത്. ബഥേൽ എന്ന് പറയുന്ന ദേശം യാക്കോബിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദേശമാണ്. 28-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു സ്വപ്നമുണ്ടാകുന്നതായിട്ട് കാണുന്നു. 28-ാം അധ്യായം 10-ാമത്തെ വാക്യം: യാക്കോബ് ബർഷബ എന്ന ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനം ഉണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി അദ്ദേഹം കാണുകയാണ്. സ്വർഗത്തോളം എത്തുന്ന ഗോവണി, മാലാഖന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഗോവണി. ഇത് മനസ്സിലാക്കി അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ സ്ഥലമാണ്. അങ്ങനെ ദൈവാനുഭവം ലഭിച്ച ഒരിടമായിട്ടാണ് ബഥേൽ എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബഥേൽ എന്ന വാക്ക് കടന്നു വരിക. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ഈ സ്ഥലം തന്നെ ലൂത്സ് എന്ന പേരിൽ നേരത്തെ അറിയപ്പെട്ടിരുന്നെന്നും ജോസഫിൻ്റെ ഗോത്രക്കാരാണ് ഈ ലൂത്സ് എന്ന് പറയുന്ന സ്ഥലം അത് കൈയടക്കിയെന്നുമൊക്കെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ. എന്തു തന്നെ ആയാലും ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ബഥേൽ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ മതജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം ഇവിടെയാണ് യാക്കോബ് ആദ്യമായി തൻ്റെ ദൈവദർശനം അനുഭവിക്കുക. ഈ ദൈവദർശനത്തിലൂടെ യാക്കോബിനോട് ദൈവം പറയുന്ന കാര്യം
14-ാമത്തെയും 15-ാമത്തെയും വാക്യങ്ങൾ വളരെ വ്യക്തമാണ്. 13-ാമത്തെ വാക്യത്തിൽ തുടങ്ങാം. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണും നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. 28-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത് യാക്കോബിന് ഒരു അനുഗ്രഹം വീണ്ടും കൊടുക്കുകയാണ്. അബ്രാഹത്തിന് കൊടുത്ത അതേ അനുഗ്രഹം തന്നെ യാക്കോബിന് കൊടുക്കുകയാണ്. അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹം ഒരു പുത്രനെ നൽകുമെന്നും ഒരു ദേശം നൽകുമെന്നുമായിരുന്നു. ഇതേപോലെ തന്നെ യാക്കോബിനും പറയുകയാണ്, നീ നിൽക്കുന്ന ഈ മണ്ണും ഈ പൂഴിയുമൊക്കെ ഞാൻ നിനക്ക് നൽകും. അതുപോലെ തന്നെ നിന്റെ ജനത്തെ അസംഖ്യം ജനമാക്കി രൂപാന്തരപ്പെടുത്തും. മറ്റൊരു കാര്യം പറയുകയാണ്, നിന്നോട് കൂടെ ഞാൻ എപ്പോഴും ഉണ്ട്. നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നെ അനുധാവനം ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 46-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലും ഇതുപോലെ തന്നെയാണ്. യാക്കോബ് ഈജിപ്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, ഈജിപ്തിലേക്ക് നീ പോവുക, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നോടൊപ്പം ഞാൻ ഈജിപ്തിലേക്ക് വരും. അപ്പോൾ യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഈ അനുഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യാക്കോബ് ഹാരാനിലേക്ക് പോകുന്നതും തിരികെ വാഗ്ദാന നാട്ടിലേക്ക് വന്ന് അതേ സ്ഥലത്ത് വന്ന് കർത്താവിന് ബലിയർപ്പിക്കുന്നത്. ഇതിനിടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളാണ് 29-30 അധ്യായങ്ങളുടെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുക. നമുക്കറിയാം, യാക്കോബിലൂടെയാണ് 12 ഗോത്രങ്ങൾ കടന്നു വരിക. ആദ്യത്തെ ഭാര്യയായ ലേയായിലൂടെ മക്കൾ റൂബൻ, ശിമയോൻ, ലേവി, ജൂദ, ഇസാക്കർ, സെബുലൂൺ എന്നിങ്ങനെയുള്ള 6 മക്കൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ലേയ എന്ന് പറഞ്ഞ ഭാര്യ മക്കളുണ്ടാകുന്നു. ഇത് കണ്ടപ്പോൾ റാഖേൽ എന്ന് പറയുന്ന 2-ാമത്തെ ഭാര്യയ്ക്ക്, സഹോദരിക്ക് ആകപ്പാടെ അസ്വസ്ഥയായി. അവൾ പറഞ്ഞു, ഞാൻ വന്ധ്യയാണ്, എനിക്ക് മക്കളുണ്ടാകാൻ യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് ബീല എന്ന് പറയുന്ന അവളുടെ ഹാൻഡ്മെയ്ഡ് അല്ലെങ്കിൽ ഉപനാരിയെ, അവളുടെ സഹായിയായിട്ടുള്ള വ്യക്തിയെ ഭാര്യയായിട്ട് നൽകാൻ വേണ്ടി, അവളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കാൻ വേണ്ടി യാക്കോബിനെ നിർദ്ദേശിക്കുകയാണ്. അവളിലൂടെ അഷേർ, ദാൻ എന്നിങ്ങനെയുള്ള മക്കൾ കടന്നു വരികയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. തനിക്ക് മക്കളില്ലെങ്കിൽ, വന്ധ്യയാണെങ്കിൽ തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഉപനാരിയെ നൽകി, സഹായിയെ നൽകി മക്കളെ ജനിപ്പിക്കുക എന്നുള്ളത് സംഭവം ഹാഗാറിൻ്റെ ജീവിതത്തിലും അബ്രാഹാമിൻ്റെ ജീവിതത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പഴയകാല ടെക്സ്റ്റുകളൊക്കെ നമുക്ക് പരിചിതമായതുകൊണ്ട് വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം ഇപ്രകാരം ഈ യാക്കോബ് ലേയായിൽ നിന്ന് 6 മക്കളും ബീലായിൽ നിന്ന് 2 മക്കളും, സിൽഫ എന്ന് പറയുന്ന ലേയായുടെ ഉപനാരിയിൽ നിന്ന് സഹായിൽ നിന്ന് 2 മക്കളും, അതായത് നഫ്താലിയും അതുപോലെ ഗാദും, അതുപോലെ തന്നെ ഈ റാഖേൽ എന്ന് പറയുന്ന ഭാര്യയിൽ നിന്ന് 2 മക്കളും, ആദ്യം ജോസഫും പിന്നെ ബെഞ്ചമിനും. ഇങ്ങനെയാണ് 12 ഗോത്രങ്ങളുടെ തലമുറ കടന്നു വരിക. ഒരു മകളൂടെ ഉണ്ട്, ദീന എന്ന് പറയുന്ന മകള് ലേയ എന്ന് പറയുന്ന ഭാര്യയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മകളാണ്. ഈ 12 ഗോത്രങ്ങളുടെ പ്രത്യേകതയാണ് 29-30 അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുക. 12 മക്കളിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ഓരോ മക്കൾക്കും കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ, അവരെവിടെയാണെന്നും അവരെപ്രകാരമാണ് ജീവിക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിന് 49-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് ഈ മക്കൾക്ക് നൽകുന്ന അനുഗ്രഹത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഈ 12 ഗോത്രങ്ങൾ, 12 മക്കൾ, 12 ഗോത്രങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? യഥാർത്ഥത്തിൽ യാക്കോബിന് 12 മക്കളായിരുന്നു, അല്ലെങ്കിൽ യാക്കോബിന്റെ 12 മക്കളിലൂടെയാണോ 12 ഗോത്രങ്ങൾ കടന്നു വരുന്നത്? 12 ഗോത്രങ്ങൾ എങ്ങനെയാണ് ഇസ്രായേലിന്റെ രൂപീകരണത്തിന് ശക്തിയായിട്ട് നിൽക്കുന്നത്? 12 ഗോത്രങ്ങളിലൂടെ എങ്ങനെ 12 അപ്പസ്തോലന്മാർ കടന്നു വരുന്നു? ഇതെല്ലാം നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ടാണ് 12 എന്ന് പറയുന്ന സംഖ്യ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ഉൾച്ചേർത്തിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് ലഭ്യമാവുന്നത്. ജീവൻ നൽകും വചനം.
ജ്ഞാനം നൽകും വചനം